പോർട്ടുലാക്ക പ്ലാന്റ്, 10 മണിപ്പൂവെന്നും ടേബിൾ റോസെന്നുമൊക്കെ മലയാളികൾ പറയും. വളരെ സുന്ദരമായിട്ട് നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ്. കേരളത്തിൽ സുലഭമായി വെയിൽ ലഭിക്കുന്നത് കൊണ്ട് ഇത് ഒരു പ്രധാന പൂ തരുന്ന ഒരു പ്ലാന്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വിവിധ തരത്തിലുള്ള പ്ലാന്റുകളുണ്ട്. എൻ്റെ ഒരു 10 ഇനം മാത്രമാണുള്ളത്. 100 കണക്കിന് പ്ലാന്റുകളുണ്ട്, ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പരിചരണ രീതികളെല്ലാം. ഒരല്പം വെയിൽ ഇത് നന്നായി വേണം. ഒരു 6 മണിക്കൂറെങ്കിലും നല്ല വെയിൽ വേണം, ചെറിയൊരു നനവ് വേണം എന്നല്ലാതെ കൂടുതലായി പരിചരണം വേണ്ട. ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ മണ്ണും കൂടി മിക്സ്ഡമായി ചെയ്തതിന് ശേഷം അതിനകത്ത് നടുകയാണ് ചെയ്യുക. ഒരു വർഷം കഴിയുമ്പോൾ അതൊന്ന് റീപ്പോർട്ട് ചെയ്താൽ കുറച്ചും കൂടി ശോഭയായിട്ട് വരും. ഇത്രയേ എൻ്റെ പരിചരണത്തിൽ വരുന്നുള്ളൂ. എന്നാൽ വളരെ മനോഹരമായിട്ട് ഇഷ്ടം പോലെ ഫ്ലവർ തരുന്ന ഒരു ഇനം പൂവാണിത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നമ്മളൊരു 4-5 മണിക്കൂർ ഫ്ലവർ നമ്മുടെ ഉള്ളിൽ കിട്ടാൻ, അതായത് ഇൻഡോറായിട്ട് വെക്കാനായിട്ട് ഒരു 10 മണിക്ക് വിരിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് ഇൻഡോറായിട്ട് വെക്കാം. അത് ചെറിയ പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ അത് വീണ്ടും പിറ്റേ ദിവസം നമുക്ക് വിരിയുന്നതിന് മുമ്പ് വെയിൽ കൊള്ളിക്കാൻ വെക്കാം. അങ്ങനെ ചെയ്താലും നമുക്ക് തൽക്കാലത്തേക്ക് ഇതിനെ ഇൻഡോറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതിനകത്ത് നമ്മൾ ശത്രുവായിട്ട് വരുന്നൊരു കാര്യമുള്ളൂ, മഴയാണ്. മഴക്കാലം ഇതൊരു ഭീഷണി തന്നെയാണ്. ഇതിൻ്റെ പ്ലാന്റുകൾ തീർത്തും പോകുന്ന ഒരു അവസ്ഥ വരും. തീർത്തും പോകാന്ന് വെച്ചാൽ പൂവില്ലാത്ത അവസ്ഥ വരും. പ്ലാന്റുകൾ ഉണ്ടാവും, പൂക്കൾ ഉണ്ടാവില്ല. വെയിൽ കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമ്മളതിനെ ഷെയ്ഡിലേക്ക് എടുത്ത് വെച്ച് അതിനെ പരിചരിച്ച് നിർത്തിയാൽ ധാരാളം പൂക്കൾ വീണ്ടും നമുക്ക് വേനൽക്കാലത്തേക്ക് കിട്ടാൻ അവസരം ഉണ്ടാവും. ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ ഈ പ്ലാന്റ് വർഷം അവസാനം വരെ നമുക്കിങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഇനത്തിൽപ്പെട്ട ഒരു ഫ്ലവർ ആവും. ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ഇതിൻ്റെ ഡബിൾ പെറ്റൽ വളരെ മനോഹരമാണ്. ആ ഡബിൾ പെറ്റൽ മഞ്ഞ, ഈ നിറത്തിലുള്ള എല്ലാം, ഇതെല്ലാം ഹൈബ്രിഡ് ഇനമുണ്ട്. ഹൈബ്രിഡ് ഇനമാണെങ്കിൽ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ തന്നുകൊണ്ടിരിക്കും. ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാവും. 2 തരത്തിൽ അതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുക. ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടും അല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വിത്ത് വരുന്നുണ്ട്, ആ വിത്തിലൂടെയും നിൽക്കാൻ പറ്റും. ഇതിൻ്റെ പരാഗണം നടന്ന് നമുക്ക് കിട്ടുന്ന ഒരു 2 പൂക്കളിൽ നിന്ന് മറ്റൊരു രീതിയിലേക്കുള്ള പൂക്കൾ വരുന്ന രീതിയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയും ഇതിൻ്റെ വിത്തുകൾ വേറെ വിധത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ എന്തുകൊണ്ടും നമ്മളുടെ വീടുകൾക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നന്നായി പരിപാലിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉഗ്രം പ്ലാന്റാണ് ഈ 10 മണിപ്പൂ അല്ലെങ്കിൽ ടേബിൾ റോസ് അല്ലെങ്കിൽ പെറ്റുലാക്ക എന്ന് പറയുന്ന ഈ പ്ലാന്റ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു.